ഗോവിന്ദ ഗോവിന്ദ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃദാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേഃ മധുരിം ന കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സസ്നേഹാദരമച്യുതേന ശനകൈഃ ഹസ്താംഗുലീലാളിതാം ആതാമ്രാധരചുംബിതാം അവിരണം രോമോത്സവാലങ്കൃതാം സ്വൈരം സ്വചർവിതരസം ഹന്വാഹ്വയന്തീ സഖീഃ അത്യുച്ചേർനിതരാം ഉദാരഹൃദയാം ആരാധവംശികാം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോപീജനങ്ങളോടൊപ്പം ശ്രീ ശുഖബ്രഹ്മർഷിയോടൊപ്പം അതുപോലെ തന്നെ ചാണ്ഡില്യാദി ഋഷീശ്വരന്മാരോടൊപ്പം സുകൃതനിധിയായിട്ടുള്ള ആ ഭഗവാന്റെ ചെഞ്ചുണ്ടിന്റെ സുകൃതം, ആ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മുരളിയെ, വേണുവിനെ നമുക്ക് നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണോ ആ ഗോപികമാര് വൃന്ദാവനത്തില് ആനന്ദം അനുഭവിക്കുന്നത്, അതേപോലെ നമുക്കും കുറച്ചു നേരം ആ കണ്ണന്റെ വേണുവിലൂടെ, ആ വേണുഗാനത്തിന്റെ മാധുര്യത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഭഗവാൻ പൈക്കളയും കൊണ്ട് വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും കണ്ണനോട് അടുത്ത് വന്ന് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളില്ലാതെ വരുന്നു. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെയുള്ള ഒരു രീതി അവർക്ക് കൊടുക്കുന്നത്? കർണനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അടുത്തുണ്ടെങ്കിൽ കണ്ണനെ കുറിച്ച് ചിന്തിക്കില്ല, അത് തന്നെ. അപ്പൊ ഗോപന്മാരൊക്കെ എപ്പോഴും കണ്ണന്റെ കൂടെ കളിച്ച് നടക്കും. ഇത് അസൂയാണ് ഇപ്പം ഗോപികമാർക്ക്. പക്ഷേ ഭഗവാൻ എന്താണ്, അവരോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് അവരുടെ അടുത്ത് നിന്ന് മാറുന്നത്. കാരണം അവരുടെ അടുത്ത് നിന്ന് മാറിയാലേ എന്നെക്കുറിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ രാമകൃഷ്ണന്മാര് ആ ഗോപന്മാരുടെ കൂടെ വനാന്തരങ്ങളില് പൈക്കളെ മേയിച്ചുകൊണ്ട് പല പല കഥകളും കളികളുമായിട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ ഗോപികുമാരിങ്ങനെ ആലോചിക്കും, എന്തായിരിക്കും ഇപ്പൊ കണ്ണൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അവര് ഗോപികമാരെല്ലാവരും കൂടി ഒത്തുകൂടി ഇരുന്നു കൊണ്ട് ആ കണ്ണനെ കുറിച്ച് പാടുന്ന ഒരു ഗീതമാണ് യുഗളഗീതം. അതിൽ നമ്മള് 3-4 എണ്ണം
അവിടെ നമ്മൾ അനുസ്മരിച്ചു. അതിലൊക്കെ എന്താ കാണിക്കുന്നത്? കണ്ണന്റെ വേണുഗാനം ഇന്ന് ഇതാ ആകാശത്തുകൂടെ നടക്കുന്ന ദേവന്മാർക്ക്, ദേവസ്ത്രീകൾക്ക്, അതുപോലെ തന്നെ അവിടെയുള്ള കാളകള്, പശുക്കള്, മാൻ തുടങ്ങിയതായിട്ടുള്ള ആ മൃഗങ്ങൾക്ക്, നദികൾക്ക്, അതുപോലെ തന്നെ ഇതാ അവിടെയൊക്കെ ധാരാളം നിൽക്കുന്നതായിട്ടുള്ള വൃക്ഷലതാദികൾക്ക് പോരാ, ആ ജലത്തിലൂടെ നടക്കുന്നതായിട്ടുള്ള സരസ, ഹംസ, ചക്രവാകം തുടങ്ങിയതായിട്ടുള്ള ജലപക്ഷികൾക്ക് അതും പോരാ, ഇനി സാക്ഷാൽ ദേവന്മാർക്ക് പോലും കണ്ണന്റെ ഈ വേണുഗാനത്തെ, ആ വേണുഗാനത്തിന്റെ മാംസ്മരികത അനുഗ്രഹമായിട്ട് വരുന്നതായിട്ടുള്ള രംഗത്തെ കാണിച്ചു തരുന്നു. ഇങ്ങനെ എല്ലായിടങ്ങളിലും കണ്ണന്റെ വേണുഗാനത്തിന്റെ മഹത്വത്തെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഗോപികമാര് പാടുന്നതായിട്ടുള്ള പാട്ടാണ് ഈ യുഗളഗീതം എന്ന് പറയാം. നമുക്ക് അടുത്ത യുഗളത്തെ ഒന്ന് നോക്കാം. 14-15 ശ്ലോകങ്ങള്. വിവിധ ഗോപചരണേഷു വിദഗ്ധോ വേണുവാദ്യൗരുധാ നിജശക്ഷാഃ തവ സുതസ്തദിയദാധരബിംബേ ദത്തവേണുരനയസ്വരജാതീഃ സവനശസ്തതുപധാര്യ സുരേശാ ശക്രശർവപരമേഷ്ഠി പുരോഗാഃ കവയ ആനത കന്ധരചിത്താഃ കശ്മലം യയുരനിശ്ചിത തത്വാഃ വിവിധ ഗോപചരണേഷു വിദഗ്ധോ. പതിവ് പോലെ ആദ്യത്തെ ശ്ലോകം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഭഗവാന്റെ വേണുഗാനം ചെയ്യുന്ന ആ രംഗത്തെ ഒന്ന് പറയുകയായിരിക്കും ആദ്യത്തെ ഗോപി. എല്ലാ യുഗളത്തിലും നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. എന്ന് പറഞ്ഞ പോലെയാണ് അവിടെ പറയാണ്, ഹേ ഗോപികമാരെ. ഇനിയിപ്പോ ഇവിടെ ഏറ്റവും വലിയൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യശോദാദേവിയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇനി യശോദാമയോടായിട്ടാണ് പറയുന്നത് അവിടെ. വിവിധ ഗോപ ചരണീഷു വിദഗ്ധോ വേണുവാദ്യ ഉരുധാ നിജശിക്ഷാഃ തവസുത. ഹേ യശോദാമേ, അവിടുത്തെ പുത്രനായിട്ടുള്ള, അതാണ് അവിടെ തവസുത സതി യഥാധര ബിംബേ. സതി എന്ന് പറഞ്ഞാൽ സജ്ജനമായിട്ടുള്ള, സതി എന്നുള്ള ഒരു സംബോധനയാണ് യശോദാമയോട്. അപ്പം ഹേ യശോദാമേ, അവിടുത്തെ പുത്രൻ ഗോപന്മാരുടെ പല വിധത്തിലുള്ള ആ ലീലകള് ആടുമ്പോൾ, ഗോപന്മാരുടെ ആ ഇടയച്ചക്കന്മാരുടെ കൂടെ കൂടുമ്പോൾ അവര് പറയുന്ന തമാശകളിൽ ചിരിച്ചുകൊണ്ടും അവരുടെ കൂടെ പല പല വിധത്തിലുള്ള കളികളൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ അല്ലെ കണ്ണനാണ് സമർത്ഥൻ എന്നുള്ളത് എല്ലാവരെയും കാണിച്ചു തരുന്നതാണ്. പക്ഷേ അങ്ങനെയാണോ, അത് മാത്രാണോ എന്നുള്ളതാണ്. തവസുതസ്യ സതിയദാധരബിംബേ ദത്തവേണുരനയ സ്വരജാതീഃ. പക്ഷേ ആ സാധാരണക്കാരനായിട്ടുള്ള ഇടയച്ചക്കന്മാരുടെ കൂടെ, ഗോപന്മാരുടെ കൂടെ കണ്ണൻ ഇങ്ങനെ അവരെ പോലെ സാധാരണ ഒരു മനുഷ്യനായിക്കൊണ്ട് ലീല ആടുന്നതിനിടയില് എന്ത് ചെയ്യും? ആ തൊണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടിലേക്ക് ആ മുരളിയെ എടുത്തങ്ങോട്ട് ചുംബിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് വരുന്ന? സ്വരജാതീഹി അല്ലേ. അപ്പം ആ ചുണ്ടിൽ ഓടക്കുഴല് ചേർത്ത് വെച്ച് താൻ തന്നെ സ്വയം ആവിഷ്കരിച്ചതായിട്ടുള്ള പല വിധത്തിലുള്ള സ്വരജാതികളെ ആ ഓടക്കുഴൽ വായിക്കുവാൻ
പ്രേരിപ്പിക്കുകയാണ് അവിടെ ശരിക്കും. പല വിധത്തിലുള്ള, അതാണ് സ്വരജാതീഹി എന്ന് പറഞ്ഞത്. പല പല വിവിധ തരത്തിലുള്ള രാഗങ്ങളിലൂടെ, ആ ഓടക്കുഴലിലൂടെ തൻ്റെ ഉള്ളിലുള്ള ശബ്ദബ്രഹ്മ വീഴ്ചകൾ മുഴുവൻ ഇന്ന് പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്ത ത്രിലോകങ്ങൾ മുഴുവൻ ആനന്ദം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ. അപ്പൊ ഇത്രയും പറഞ്ഞു ഒരു ഗോപി. ഭഗവാൻ ആ വേണുവായിട്ട്, ഹേ യശോദാമേ, നിന്റെ ഉണ്ണി ആ കുട്ടികളുടെ കൂടെ ഇങ്ങനെ പല വിധത്തിലുള്ള കളികളൊക്കെ കളിക്കുന്നുണ്ടായിരിക്കാം. ഇന്നേ തീയതി വരെ അവൻ വേറെ എവിടെ പോയതായിട്ട് കാണുന്നില്ല അല്ലെ. ഈ 5 വയസ്സ് 6 വയസ്സായ സമയത്ത് ചമ്മട്ടി പിടിച്ചുകൊണ്ട് ഹൈ ഹൊയ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ പശുക്കളുടെ പുറകെ നടക്കുന്നതല്ലാതെ ഒരു സംഗീതമോ താളമോ ഒന്നും പഠിക്കാത്തതായിട്ടുള്ള ആ ഉണ്ണി ചെയ്യുന്നതായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു ചിത്രം, പല വിധത്തിലുള്ള രാഗതാള ഭേദങ്ങൾ അനുസരിച്ചുകൊണ്ട് താൻ സ്വയം ആവിഷ്കരിച്ചതായിട്ടുള്ള സംഗീത വിദ്യകൾ മുഴുവൻ ആ വേണുവിലൂടെ, ആ മുരളിയിലൂടെ പുറത്തേക്ക് എത്തുമ്പോൾ ദേവന്മാര് പോലും ഇനിതാ അങ്ങനെ ഭഗവാൻ വേണു വായിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഗോപി എന്ത് ചെയ്തു? ആ രംഗങ്ങളിലും അല്ലെങ്കിൽ ആ രാഗത്തിലും ലയിച്ചു. അവിടെ ഭഗവാൻ ആവിഷ്കരിച്ചതായിട്ടുള്ള സ്വരജാതിയില് അറിയാതെ മയങ്ങിപ്പോയി അവിടെ ആ ഗോപി. പിന്നെ പറയാൻ സാധിച്ചിട്ടില്ല എങ്ങനെ കണ്ണൻ ഇത് സാധിക്കുന്നു എന്നാണ് അല്ലെ. സ്വയം ചിന്തിക്കുമ്പം ഇവർക്ക് പിന്നെ പറ്റുന്നില്ലേ, എന്താ ഈ കണ്ണൻ ആരാണെന്ന് എപ്പോഴും അവർക്ക് മനസ്സിലാക്കുന്നില്ല. ഈ കുഞ്ഞു കണ്ണന്റെ ആ ഓടക്കുഴലിൽ നിന്ന് വരുന്നതായിട്ടുള്ള നാദമാധുര്യകൾ കേൾക്കുമ്പോൾ എവിടുന്നാണ് കണ്ണൻ ഇത് പഠിച്ചത്? ഇതുവരെ കണ്ണൻ എവിടെ പഠിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒന്നും എവിടെയും പോയിട്ടില്ലാത്ത ആളാണ്. ഇതൊക്കെ കഴിഞ്ഞ് കംസവധവും കഴിഞ്ഞിട്ടാണ് ആ സന്ദീപനിയുടെ മഹർഷിയുടെ അടുത്ത് 64 ദിവസം എങ്ങാണ്ട് കുറച്ച് നാള് പോയി പഠിച്ചത്. 64 ദിവസം കൊണ്ട് 64 കലകളും അവിടുന്ന് പഠിച്ചു ഭഗവാൻ. അപ്പോ ആരാ ഈ കണ്ണൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഗോപികമാര് അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ലയിച്ചു പോവാണ് ഓരോന്നും പറയുമ്പോ. ഇത് പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഗോപി, ഹേ ഗോപികമാരെ, ഹേ യശോദ, അത് തന്നെയല്ല സവനശസ്തുപധാര്യ സുരേശാം ശക്രശർവപരമേഷ്ഠി പുരോഗാഹ കവയ ആനദ കന്ധരചിത്താ കശ്മലം യയുരനിശ്ചിത തത്വാം. ആകാശവീഥികളില് ദേവന്മാരെല്ലാവരും നിരന്നു അവിടെ. ദേവേന്ദ്രനായിട്ട് ശക്രശർവപരമേഷ്ഠി പുരോഗ, ഇന്ദ്രൻ, അതുപോലെ തന്നെ ആ ഉപേന്ദ്രന്മാര്, അതുപോലെ തന്നെ അഗ്നി, യമൻ, വരുണൻ തുടങ്ങിയതായിട്ടുള്ള ദേവന്മാര്. പ്രധാനികളായിട്ട് ആരൊക്കെയാണ്? ദേവേന്ദ്രനും മഹാദേവനും, അതുപോലെ തന്നെ സാക്ഷാൽ ബ്രഹ്മാവും. എന്തേ ഇവരുടെ 3 പേര് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, അവിടെ സ്വർഗത്തിലെ അപ്സരസുകളുടെ നൃത്തം കണ്ടുകൊണ്ട് ആ ഗന്ധർവന്മാരുടെ പാട്ട് കേട്ടതായിട്ടുള്ള ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തേക്ക് ഒരു സംഗീത വിദ്യ കേൾക്കാത്ത ഒരാളില്ല ദേവേന്ദ്രനെ പോലെ അല്ലേ. അതുപോലെയാണ് സ്വർഗത്തിലെ ഗന്ധർവന്മാരുടെ പാട്ട് മുഴുവൻ നിത്യം ആസ്വദിച്ചിട്ടുള്ള മഹാദേവൻ. ആരാണ് മഹാദേവൻ? അല്ലെ, നടനകലയുടെ പരമ ആചാര്യനായിട്ടുള്ള അല്ലെങ്കിൽ ദേവതയായിട്ടുള്ള മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ആ നൃത്തച്ചുവടുകൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതായിട്ടുള്ള താളവും രാഗവും ഒക്കെ അതിനപ്പുറത്തേക്ക് ഇനി വേറൊരു രാഗതാളങ്ങളെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല അവന്. ബ്രഹ്മാവ്, ആരാ ബ്രഹ്മാവ്? സൃഷ്ടി, ഈ സംഗീത ലോകത്തെ തന്നെ ഇവിടെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള ബ്രഹ്മാവ് വന്നിട്ട് അങ്ങനെയുള്ള ബ്രഹ്മാദി ദേവന്മാരെല്ലാവരെയും ഭഗവാന്റെ ഈ ഒരു വേണുഗാനം കവയ ആനത കന്ധരചിത്ത, ആ ഭഗവാന്റെ വേണുഗാനം കണ്ടതോടുകൂടി ആനത കന്ധരചിത്താഹ, അതായത് മനസ്സ് പൂർണ്ണമായിട്ട് അതിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഉപധാര്യ കവയ അനശ്ചിത തത്വാഹ. ഉപധാര എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുകൊണ്ട്
ക്രാന്തദർശികളായിട്ടും കൂടി അവരെല്ലാവരും എന്താണ്? കവികളാണ്, അവര് പണ്ഡിതന്മാരാണ്, ഇതിലും മൂന്നിലും കെങ്കേമന്മാരായിട്ടുള്ളവരാണ്. ഇനി അവർക്ക് അപ്പുറത്തേക്ക് ഒരു അറിവില്ല. അങ്ങനെയുള്ള ദേവേന്ദ്രനും മഹാദേവനും ബ്രഹ്മാവ് പോലും അവിടെ എന്താണ്? ആ പുതിയതായിട്ടുള്ള ഒരു അനിശ്ചിത തത്വാഹ, സംഗീതധാരയുടെ, ശബ്ദ മനോഹാരിതയുടെ, താളഭേദങ്ങളുടെ, രാഗലയങ്ങളുടെ, ഇനി അതിനപ്പുറത്തേക്ക് കടന്നതായിട്ടുള്ള ഒരു നിശ്ചയിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു സംഗീത തത്വത്തെ അവര് പുതുതായിട്ട് കേട്ടതോടുകൂടി അവരെന്തെന്നില്ലാതെ മനസ്സ് മുഴുവൻ ആ ചെവി കൂർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആ നാദ മാധുരിയില്, ആ മുരളീ ഗാനത്തില് ലയിച്ച് നിന്നുപോയി. കശ്മലം ഒരു അനിശ്ചിത തത്വാഹ, അവർക്ക് പോലും ഇതേവരെ കണ്ടുപിടിക്കാത്തതായിട്ടുള്ള പുതിയ പുതിയ രാഗങ്ങള് ഭഗവാൻ തൻ്റെ സ്വന്തം വേണുവിലൂടെ ഉയർന്നതായിട്ടുള്ള വിവിധ തരത്തിലുള്ള രാഗങ്ങൾ, വൃന്ദാവന സാരംഗിയൊക്കെ അങ്ങനെയാണ് വന്നു എന്നൊക്കെ പറയുന്നു. കൃഷ്ണ നീ ബേഗനെ ബാരോ എന്നുള്ള ഒരു പാട്ടിന്റെ ഒക്കെ രാഗം, വൃന്ദാവന സാരംഗമൊക്കെ ആ മുരളിയിലൂടെ പുറത്തേക്ക് വന്നതായിട്ടുള്ള അതിൻ്റെയൊക്കെ സ്വരങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്ത ഒരു മാധുര്യം. അങ്ങനെയുള്ള ആ സ്വരഘടന മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് പോലും സാധിച്ചില്ല എന്ന് പറയുകയാണ് അവിടെ. അപ്പൊ ആ ദേവന്മാരുടെ നേതൃത്വത്തിൽ ദേവഗണങ്ങൾ ആകാശത്ത് വന്ന് നിറഞ്ഞ് അവര് ആ വേണുനാദത്തിന്റെ, മുരളി ഗാനത്തിന്റെ സ്വരഘടന പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവര് കഴുത്ത് നീട്ടി ചെവി കൂർപ്പിച്ച് മനസ്സ് പൂർണ്ണമായിട്ടും ആ ഭഗവാനിൽ തന്നെ, ആ വേണുഗാനത്തിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്നതായിട്ടുള്ള അവര് അപാരമായിട്ടുള്ള സ്വരജ്ഞാനമുള്ളവരാണെങ്കിൽ പോലും ഇതെന്താണ് പിടികിട്ടാതെ എന്നുള്ള രീതിയിൽ ആകെ കുഴങ്ങി നിൽക്കുന്ന ഒരവസ്ഥ അവിടെ. അപ്പൊ യശോദാമയും അവിടെ തപസ്സുതസതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യശോദാമയും അവിടെ സന്നിഹിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അവിടെ. അതുപോലെ ദേവന്മാരെല്ലാവരും, അതുപോലെ എന്താണ് മഹാദേവൻ എങ്ങനെയാണ് തൻ്റെ കൂടെ അല്ലെ കാത്യായനിയും ആ മക്കളും സ്കന്ദനും ഗണേശനും അയ്യപ്പനും എല്ലാവരും അവിടെ നിരന്നു വന്നിരിക്കുന്നു. ബ്രഹ്മാവോ തൻ്റെ കൂടെ ധനകാദികള്, അതുപോലെ തന്നെ മരീചിയാദി പ്രജാപതിമാര്, നാരദൻ, ഇവരൊക്കെ ആ ഭഗവാന്റെ വേണുഗാനം കേൾക്കുവാൻ വേണ്ടിയിട്ട് ആകാശവീതിയിൽ വന്ന് നിരന്നു എന്ന് പറയുകയാണ്. ഈ ശബ്ദത്തിന് അനന്ത ശക്തിയുണ്ട്. ഒരു 10 പേര് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് അവരിൽ ഒരാളുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാല് ആ ശബ്ദം എല്ലാവരുടെയും ചെവിയില് ഒരുപോലെ പോകുന്നുണ്ടെങ്കിലും ആ പേരുകാരൻ മാത്രം അവിടുന്ന് എഴുന്നേൽക്കുന്നു, അല്ലേ? എന്തെന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നാമത്തിൽ അയാള് അഭിമാനിക്കുന്നു. ആ ഒരു അഭിമാനം കൊണ്ട് അവരാ ശബ്ദത്തെ അവിടുന്ന് സ്വീകരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതങ്ങളില്, പഞ്ചതന്മാത്രകളില് ഇവിടെ ഇത് തേജസിന്റെ ഒരു ലീലയാണ് എന്ന് പറയും. തേജസിന്റെ ഒരു ലീലയാണ്. പഞ്ചീകരണത്തിന്റെ അതില് ശബ്ദത്തിന് ശേഷം തേജസിന്റെ ഉൽപ്പത്തിയെ പറ്റിയാണ് ശരിക്കും പറയുന്നത്. ശബ്ദം കഴിഞ്ഞാൽ പിന്നെ തേജസ്. നമ്മൾ പറയാറുണ്ട് എന്താണ്? പൃഥ്വി, അപ്പ്, വായു, പൃഥ്വി, തേജസ്, വായു, ആകാശം, ഇങ്ങനെയാണ് അതിന്റെ ക്രമം പറയുക. ശരിക്കും പറഞ്ഞാല് ആ ശബ്ദം കഴിഞ്ഞാല് വായു വരേണ്ടതിന് പകരം തേജസ് ആണ് പഞ്ചീകരണത്തിൽ വരുന്നതെന്ന് പറയാണ്. അപ്പം ഇവിടെ തേജസ്സിന് ശേഷമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ആദ്യം തേജസ് ആണ് എന്ന് പറയുക. അപ്പൊ ഈ ഒരു തൈജസൻ എന്ന് പറഞ്ഞാല് വൈരാജൻ, നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാൻ തന്നെ. തൈജസനിൽ നിന്നാണ് യഥാർത്ഥത്തില് ഈ സ്വപ്നത്തിലെ ശബ്ദങ്ങള് ഉണ്ടാകുന്നത് എന്ന് പറയാണ്. സ്വപ്നത്തിലൊക്കെ ഉണ്ടാവുന്ന ശബ്ദങ്ങള്. അപ്പൊ ബ്രഹ്മാവ് തേജോരൂപനും ആ ബ്രഹ്മാവ് സൃഷ്ടികളെയൊക്കെ ചെയ്യുമെങ്കിലും ആ ബ്രഹ്മാവും എന്താണ്?
ആ മുരളിയിലൂടെ അദ്വൈതാനുഭൂതിയായിട്ടുള്ള വേദാന്തവാണി അവിടുന്ന് ആസ്വദിക്കുന്നു. അവിടുന്ന് ബ്രഹ്മാവ് പോലും ആസ്വദിക്കുന്നു. അപ്പം എല്ലാവരെയും സമാധിയിലാക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ മുരളീ ഗാനം ദ്വൈതമില്ലാത്തതായിട്ടുള്ള ബ്രഹ്മം മാത്രം അങ്ങനെ സഹജ സമാധിയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ ഈ ഒരു ദ്വൈത ജ്ഞാനത്തിൽ നിന്നും പല പല സങ്കല്പങ്ങളും അവിടെ വർദ്ധിക്കുന്നു അല്ലെ. ഈ മുരളിയിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള വിവിധ തരത്തിലുള്ള സംഗീത ആവിഷ്കാരങ്ങള് സ്വീകരിക്കുമ്പോൾ ഇപ്പൊ ശരിക്ക് ദ്വൈതത്തിന്റെ ഒരു ജ്ഞാനം ശരിക്കും പറഞ്ഞാല് കംസന്റെ സ്വരൂപമാണ് എന്ന് പറയും. കംസന്റെ സ്വരൂപം, അതായത് ഈ യുഗള ഗീതം എന്നുള്ളത് ശരിക്കും കംസവധത്തിന് പ്രകടനത്തിന് മുമ്പാണ്. ഇനി വരുന്നതേ ഉള്ളൂ കംസവധം. അപ്പൊ ഇതിൽ നിന്നും ആദ്യം ഭഗവാന്റെ ലീലകള് അത് വേണ്ട പോലെ ശ്രവിച്ചും കീർത്തിച്ചും മനസ്സ് ശാന്തമാകുമ്പോൾ ആ കംസരൂപിയായിട്ടുള്ള ദ്വൈതത്തെ നമുക്ക് നശിപ്പിക്കുവാൻ സഹായകമാകുമെന്ന് പറയുകയാണ്. ഈ യുഗള ഗീതത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള ഈ ദ്വൈത ഭാവത്തെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മള് കംസവധത്തെ ശ്രവിച്ചു കഴിയുമ്പോൾ ആ കംസന്റെ ഭക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു വൃക്ഷത്തില് ഒരു പുഷ്പം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും അല്ലേ ആ പുഷ്പം വലുതായി 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 വന്ന്, അല്ലെങ്കിൽ ആ കായ വലുതായി വലുതായി വരുമ്പോൾ ആ പുഷ്പം അവിടുന്ന് ഇല്ലാണ്ടാവുന്നു. ഇതുപോലെ ആദ്യം ഉണ്ടാവുന്നത് എന്താണ്? പൂവാണ്. കായ്ക്ക് പകരം പൂവാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതുപോലെ മനുഷ്യരുടെ ജീവിതത്തിലും ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? ആ ആത്മനിവേദനം എന്നുള്ള ഒരു പരമപ്രേമമാണ് ഉണ്ടാവേണ്ടത് ഈശ്വരനോട്. അത് പിന്നീട് എന്തായി? ആ പ്രേമം പിന്നീട് രതിയായി, ആ രതി പിന്നീട് ഭക്തിയായി, അല്ലെങ്കിൽ ജ്ഞാനമായിട്ട് അത് ഉയരുന്നു. അങ്ങനെ ആ പ്രേമത്തിന്റെ പരിശുദ്ധിക്ക് ഈ രതി അല്ലെങ്കിൽ ആ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമ്മള് പ്രാപഞ്ചികമായിട്ടുള്ള സകല വികാരങ്ങളെയും പ്രാപഞ്ചികമായിട്ടുള്ള കഥകളെയൊക്കെ വിട്ട് നമ്മള് ആ ഭഗവത് കഥകൾ തന്നെ കേൾക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാത് കൂർപ്പിച്ചു നിൽക്കും അവിടെ. അങ്ങനെ കഥകൾ, ഭഗവത് കഥകൾ കേട്ട് 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 അതൊരു ശീലമായി കഴിഞ്ഞാൽ അങ്ങനെ ക്രമേണ 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 ആ തന്മയീ ഭാവം ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഈ ദേഹാഭിമാനം നമ്മളുടെ ഉള്ളിൽ നിന്നും ഇല്ലാണ്ടാകുവാൻ വേണ്ടിയിട്ടൊക്കെ ഇടയാകും. അതാണ് ഈ യുഗളഗീതത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വം. അതാണ് അവിടെ. ഇപ്പൊ നോക്കൂ, ഈ യുഗളഗീതത്തിലൂടെ നദികൾക്കും മൃഗങ്ങൾക്കും വൃക്ഷലതാദികൾക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഭക്തിയുടെ അനുരഞ്ജനങ്ങളെ ഒക്കെ തിരിച്ചറിയുവാൻ ഗോപികമാർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്കും ആ ഗോപികമാര് പറഞ്ഞു തന്നതായിട്ടുള്ള ആ ഭക്തിയെ എവിടെയൊക്കെ നമുക്ക് സംയോജിപ്പിക്കാൻ സാധിക്കും. എന്തേ അതിന് കാരണം? ശരിക്ക് ഗോപികമാരുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു ഭക്തി ഭാവത്തെ മുഴുവൻ അവർക്ക് ആ ഭക്തി ഭാവമാണ് യഥാർത്ഥത്തില് സർവചരാചരങ്ങളിലും അല്ലെ ഭഗവത് അഖിലാത്മനി, എല്ലായിടങ്ങളിലും ഈശ്വരഭാവമുണ്ട് എന്ന് ഉറപ്പിച്ചു കാണിച്ചു തരുവാൻ ഒരു ഗോപികൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്കും സകല ചരാചരങ്ങളെ കണ്ടാലും ചരമായിട്ടുള്ളതും അചരമായിട്ടുള്ള ഏത് വസ്തുക്കളിലും നമുക്ക് ഈ ഈശ്വരഭാവത്തെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരാരാധന, യഥാർത്ഥത്തിലുള്ള ഭക്തിയുടെ സാധനയുടെ മഹത്വം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അത് സാധിക്കട്ടെ. എന്ത് കണ്ടാലും അല്ലെ, കാണുന്നതൊക്കെ നാരായണ പ്രതിമകളും കേൾക്കുന്നതൊക്കെ നാരായണ ശ്രുതികളും ഒക്കെ എന്ന് നമുക്ക് പാടിത്തന്നതായിട്ടുള്ള എഴുത്തച്ഛന്റെ വരികളെ ഓർത്തുകൊണ്ട് ഇന്ന് ഈ ഒരു യുഗളവും കൂടി ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ഒരു പുഷ്പാർച്ചനയായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. യുഗളങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോകുമ്പോൾ സങ്കടമാണ് ശരി, അതെ. ഇതിലൂടെ കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം, അതാണ് ഗോപി ഭക്തി. അതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്നത് തന്നെ ആ ഗോപികമാരുടെ ഒരു അനുഗ്രഹം അല്ലെ. വന്ദേ നന്ദം വ്രജസ്ത്രീണാം പാദരേണും അഭീഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവൻത്രയം.
അത് യാതൊരുവിധ തെറ്റുമില്ല അവരുടെ ഈ ഒരു ആ കണ്ണനോടുള്ള ഈ ഒരു പ്രേമം യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മുഴുവൻ പുണ്യാഹം തളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാണ്. അതല്ലേ അന്ന് ഗോപികമാര് കണ്ണനോട് കാണിച്ചതായിട്ടുള്ള ഒരു പ്രേമമാണോ ഇന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചതായിട്ടുള്ള ഈ ഒരു ഭക്തി? എന്തായാലും അത് നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. വിവിധ ഗോപചരണേഷു വിദഗ്ധോ വേണുവാദ്യ ഉരുധാ നിജ ശിക്ഷാഃ തവ സുതസ്തതിയദാധര ബിംബേ ദത്ത വേണുരനയൽ സ്വരജാതീഃ സവനശസ്തതുപധാര്യ സുരേശ ശക്രശർവ പരമേഷ്ഠി പുരോഗാഃ കവയ ആനത കന്ധര ചിത്താ കശ്മലം യയുരനിശ്ചിത തത്വാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോപീ ഗോവിന്ദ ഗോവിന്ദ.